ഹലോ ഫ്രണ്ട്സ്, അടുത്ത എപ്പിസോഡിൽ ശ്യാമയെ വീട്ടിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം സത്യഭാമ ശാലിനിയുമായിട്ട് ശ്യാമ ഇനി ബന്ധം പുലർത്തുന്നത് ശരിയാവുകയില്ല എന്ന് എല്ലാവരോടും അറിയിച്ചു. ശ്യാമയെ നന്നായി പരിചരിക്കണമെന്നും എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നു. ശ്യാമ റൂമിലേക്ക് എത്തിയതിനു ശേഷം രോഹിത് അരികിലേക്ക് എത്തുന്നു. ശ്യാമയുടെ വയറ്റിൽ തലോടിക്കൊണ്ട് രോഹിത് പറഞ്ഞു, ഇന്ന് വല്ലാതെ ഭയന്നു പോയിരുന്നു. പിന്നെ ആകെ ഉണ്ടായിരുന്ന ഒരു സമാധാനം, ആകാശത്ത് നമുക്ക് കാവലായിട്ട് അമ്മയുടെയും അച്ഛന്റെയും ആത്മാവുണ്ടാവും. ആ ആത്മാക്കൾ നമ്മുടെ കുഞ്ഞിനെയും സംരക്ഷിച്ചു. അത് എനിക്ക് വിശ്വാസമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ സമാധാനത്തോടു കൂടി അവിടെ നിന്നത് എന്ന് രോഹിത് ശ്യാമയോട് പറയുന്നു. വയറ്റിൽ തൊട്ടുകൊണ്ട് ശ്യാമയോട് പറഞ്ഞു, നമ്മുടെ കുഞ്ഞിന് ഒരാപത്തും വരാതെ അവർ കാവലായിട്ടുണ്ടാകും, എനിക്ക് തീർച്ചയാണ് എന്ന് പറഞ്ഞ് രോഹിത് തന്റെ സന്തോഷം ശ്യാമയോട് പറഞ്ഞതിന് ശേഷം അവിടെ നിന്ന് പോകുന്നു. രോഹിത്തിന്റെ മനസ്സിൽ ഇപ്പോഴും ശ്യാമയുടെയും രോഹിത്തിന്റെയും കുഞ്ഞ് നഷ്ടമായിട്ടില്ല എന്നുള്ള ആ ഒരു ചിന്താഗതിയാണെന്ന് മനസ്സിലാക്കിയതോടെ സത്യങ്ങൾ രോഹിത്തിൽ നിന്നും മറച്ചു വെച്ചതിന്റെ വേദനയിൽ ശ്യാമ ഉടനെ തന്നെ ശാലിനിയുടെ ഫോണിലേക്ക് വിളിക്കുന്നു. ശാലിനി കോൾ എടുത്തതും, ശ്യാമ എന്തിനാണ് വിളിച്ചതെന്നറിയാതെ എന്തു പറ്റി മോളെ എന്ന് ശാലിനി അന്വേഷിച്ചു. അപ്പോഴേക്കും ശ്യാമ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, കുഞ്ഞേച്ചി, എനിക്ക് ഇനിയും ഇങ്ങനെ അഭിനയിക്കാൻ കഴിയുന്നില്ല. കുഞ്ഞേച്ചി, എനിക്ക് ഈ അഭിനയം സാധിക്കുമെന്ന് തോന്നുന്നില്ല. രോഹിത്തിനോട് പോലും സത്യം മറച്ചു വെച്ചുകൊണ്ട് എനിക്ക് എത്ര നാൾ പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നറിയില്ല. ഇനിയെങ്കിലും സത്യം ഞാൻ രോഹിത്തിനോടെങ്കിലും പറയട്ടെ കുഞ്ഞേച്ചി എന്ന് ശാലിനിയോട് ശ്യാമ ആവശ്യപ്പെട്ടു. അത് കേട്ടതും ശാലിനി പറഞ്ഞു, ഒരു കാരണവശാലും ഈ സത്യം രോഹിത് അറിയാൻ പാടില്ല. മോള് കുഞ്ഞേച്ചി പറയുന്നത് പോലെ കേൾക്ക്, സമാധാനത്തോടിരിക്കെ, ഒന്നും സംഭവിക്കില്ല, എല്ലാം നമുക്ക് അനുകൂലമായി തന്നെ സംഭവിക്കും. അതുകൊണ്ട് മോള് സമാധാനത്തോടു കൂടി ഇരിക്കുക എന്ന് ശാലിനി ശ്യാമയെ ആശ്വസിപ്പിക്കുന്നു. ഫോൺ വെച്ചതിന് ശേഷം ആകെ വിഷമത്തോടെ ശ്യാമ ഇരിക്കുമ്പോൾ സത്യങ്ങൾ മറച്ചുവെച്ച് ശാലിനി ഇപ്പോഴും സത്യാമ്മയുടെ കുത്തുവാക്കുകൾക്ക് ഇരയാകുന്നതിന്റെ വേദന ശ്യാമയെ അലട്ടുന്നു. ആ സമയത്ത് വിവരങ്ങളെല്ലാം മനസ്സിലാക്കുന്നതിന് വേണ്ടി സുസ്മിത വീണ്ടും ഹോസ്പിറ്റലിലേക്ക് എത്തി. ഇന്ന് അവിടെ നടന്ന സംഭവങ്ങളുടെ സത്യാവസ്ഥ എങ്ങനെ മനസ്സിലാക്കും? ശ്യാമയുടെ കുഞ്ഞിനെ നഷ്ടമായി എന്നത് സത്യം തന്നെയാണ്. അബോർഷൻ സംഭവിച്ചത് ശ്യാമയ്ക്ക് തന്നെയാണ്. പക്ഷെ എങ്ങനെയാണ് ഡോക്ടർ അതുപോലൊരു കളവ് പറഞ്ഞത്? ഇതിന്റെ പിന്നിലെ സത്യം എങ്ങനെ കണ്ടെത്തും എന്നതിനെ കുറിച്ചൊക്കെ ആലോചിച്ചുകൊണ്ട് സുസ്മിത നിന്നു. അപ്പോഴാണ് അതിലെ ഒരു നേഴ്സ് പോകുന്നത് സുസ്മിത കാണാനിടയായി. ഉടനെ തന്നെ ആ നേഴ്സിനോട് കാര്യങ്ങൾ അന്വേഷിച്ചാൽ സത്യാവസ്ഥ ബോധ്യപ്പെടുത്താൻ കഴിയും. എന്തായാലും അവരോട് തന്നെ സംസാരിച്ചു നോക്കാം എന്ന് വിചാരിച്ച് സുസ്മിത വേഗം തന്നെ ആ നേഴ്സിന്റെ പിന്നാലെ ചെല്ലുന്നു. നേഴ്സിന്റെ പിന്നാലെ എത്തി, എനിക്ക് ഒരു കാര്യം ചോദിക്കാനുണ്ട്, ഒന്ന് നിൽക്കോ സിസ്റ്ററെ എന്ന് ചോദിച്ചതും സുസ്മിതയുടെ വിളിയേട്ട് സിസ്റ്റർ ചോദിച്ചു, എന്താ കാര്യം, നിങ്ങൾക്ക് എന്താ അറിയേണ്ടത്? അപ്പോഴേക്കും സുസ്മിതയെ അരികിലേക്ക് എത്തിയിട്ട് ചോദിച്ചു, അല്ല, ഇന്ന് ഇവിടെ ഒരു പെൺകുട്ടിക്ക് അബോർഷൻ സംഭവിച്ചല്ലോ, അത് ഇവിടെ വന്ന ആ സത്യാമ്മയുടെ ഇളയ മരുമകൾ ശ്യാമയ്ക്കല്ലേ അന്ന് അബോർഷൻ ഉണ്ടായത്? അക്കാര്യം അറിയാനാണ് ഞാൻ വന്നത് എന്ന് ചോദിച്ചത്. നേഴ്സ് പറഞ്ഞു, അയ്യോ, അതിനെക്കുറിച്ചൊന്നും എനിക്ക് അറിയത്തില്ല മാഡം, അത് ഡോക്ടർ മാത്രം കൈകാര്യം ചെയ്ത കാര്യമല്ലേ, എനിക്കറിയില്ല. എന്നോട് അന്ന് ഡോക്ടർ പറഞ്ഞ കാര്യം തന്നെയാണ് അതിന്റെ സത്യം എന്ന് അവർ പറഞ്ഞ് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുമ്പോഴേക്കും സുസ്മിതയ്ക്ക് കാര്യം മനസ്സിലാവുന്നു. സുസ്മിത ഉടനെ തന്നെ അവരുടെ കയ്യിലേക്ക് ഒരു നോട്ട് കെട്ട് എടുത്തു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇനിയെങ്കിലും നിങ്ങൾ സത്യം പറ. എനിക്ക് സത്യാമ്മയോട് പറയാൻ വേണ്ടിയല്ല, മറിച്ച് ഞാൻ ആ കുടുംബത്തുള്ള ഒരാളാണ്. ചില പ്രശ്നങ്ങളൊക്കെ അവരുടെ കുടുംബത്തെ അലട്ടുന്നുണ്ട്. ആ പ്രശ്നങ്ങളെയൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടി ഞാൻ ഒന്ന് ശ്രമിക്കുന്നത്, അതിനാണ്. എന്തായാലും സത്യം എന്നോട് പറയണം എന്ന് ആവശ്യപ്പെട്ടു. അപ്പോഴേക്കും നേഴ്സ് പറഞ്ഞു, അയ്യോ മേഡം, എനിക്കൊന്നും അറിയില്ല. എന്നോട് ചോദിച്ചാൽ ഇതിന്റെ ഒന്നും സത്യാവസ്ഥ എനിക്ക് വെളിപ്പെടുത്താനും ആവില്ല. ഇതിന്റെ കാര്യങ്ങളൊക്കെ ഡോക്ടർക്കും അവിടെ ഉണ്ടായിരുന്ന നേഴ്സിനും മാത്രമേ അറിയത്തുള്ളൂ എന്ന് വീണ്ടും അവർ പറഞ്ഞ് അവിടുന്ന് പോകാൻ ഒരുങ്ങി. അപ്പോഴേക്കും സുസ്മിത വീണ്ടും തന്റെ ബാഗിൽ നിന്ന് മറ്റൊരു കെട്ട് നോട്ട് കൂടി അവരുടെ കയ്യിലേക്ക് നൽകുന്നു. അത് കണ്ടതോടെ നേഴ്സിന്റെ മനസ്സ് ഒന്ന് മാറി. ഉടനെ തന്നെ സുസ്മിത ചോദിച്ച ചോദ്യത്തിന് നേഴ്സ് ചോദിച്ചു, അല്ല മേഡം എന്താ ചോദിച്ചത്, ആ പെൺകുട്ടിയുടെ പേരെന്തായിരുന്നു എന്ന് ചോദിച്ചതും, സത്യാമ്മയുടെ ഇളയ മരുമകൾ ശ്യാമ, ആ പെൺകുട്ടിയുടെ കാര്യം ഞാൻ അന്വേഷിച്ചത്. അപ്പോഴേക്കും ഉടനെ ആ നേഴ്സ് പറഞ്ഞു, ദേവിയത് മേഡം ഇക്കാര്യം ആരോടും പറയരുത്, ഞാനാ പറഞ്ഞതെന്നും ആരോടും പറയരുത്. ഇന്ന് ആ പെൺകുട്ടിക്ക് അബോർഷൻ സംഭവിച്ചു, അത് സത്യം തന്നെയാണ്. അത് കേട്ട ഉടനെ സുസ്മിത പറഞ്ഞു, ശരി, അതെനിക്ക് മനസ്സിലായിരുന്നു. അല്ല, അതിന് എന്തെങ്കിലും തെളിവുണ്ടോ ഇവിടെ? ആ പെൺകുട്ടിക്ക് അബോർഷൻ സംഭവിച്ചു എന്നതിന്റെ റിപ്പോർട്ട് എന്തെങ്കിലും കൈവശമുണ്ടോ? ഉണ്ടെങ്കിൽ അതെനിക്ക് തരുമോ എന്ന് അന്വേഷിച്ചു. അത് കേട്ട ഉടനെ തന്നെ സുസ്മിത അങ്ങനെ ഒരു കാര്യം കൂടി അറിയിച്ചതോടെ അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കിയതോടെ ഇപ്പൊ തന്നെ താൻ അത് കൊണ്ടുവരാമെന്ന് പറഞ്ഞുകൊണ്ട് നേഴ്സ് വേഗം അവരുടെ റെക്കോർഡ്സ് ഇരിക്കുന്ന റൂമിലേക്ക് പോകുന്നു. ഈ സമയത്ത് ശാലിനി അന്ന് ഇന്റർവ്യൂവിന് പങ്കെടുക്കുന്നതിന് വേണ്ടി IAS ഇന്റർവ്യൂവിന് പോകാനായി ശാലിനി റെഡിയായി പ്രാർത്ഥനിക്കാനായി അവിടെ ക്ഷേത്രത്തിലേക്ക് എത്തി. ഈ സമയത്ത് ശ്യാമയും കൂട്ടിക്കൊണ്ട് കൃത്യമായി സത്യാമ്മയും ക്ഷേത്രത്തിലേക്ക് എത്തി. ശ്യാമയുടെ കുഞ്ഞിന് ആപത്തൊന്നും സംഭവിക്കാതിരിക്കാനായി സത്യാമ്മ അവിടെ ചില വഴിപാടുകളെല്ലാം നേർന്നിരുന്നു. അത് നടപ്പിലാക്കാനായി അവിടേക്ക് വിഷ്ണുവിനെയും കൂട്ടി ശ്യാമയോടൊപ്പം സത്യാമ്മ എത്തിച്ചേർന്നു.
ശാലിനി ഇതൊന്നും അറിയാതെ താൻ ഇന്റർവ്യൂവിന് പങ്കെടുക്കുന്നതിന് മുമ്പ് തനിക്ക് വന്ന ആ ഇന്റർവ്യൂ ലെറ്റർ അവിടെ പൂജാരിയുടെ കയ്യിൽ ഏൽപ്പിച്ച് അവിടെ പൂജിക്കുന്നതിന് വേണ്ടി ശാലിനി അവിടേക്ക് എത്തിയത്. കൃത്യസമയത്ത് വിഷ്ണുവും അവിടേക്ക് എത്തുന്നു. ശാലിനി അവിടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ വിഷ്ണു ശാലിനിയെ കാണാനിടയായി. അരികിലേക്ക് വന്ന് വിഷ്ണു കാര്യം അന്വേഷിച്ചു. താൻ ഇന്റർവ്യൂവിന് പോകാനായി റെഡിയായി വന്നതാണെന്നും അതിനു മുമ്പ് ക്ഷേത്രത്തിൽ കയറി ആ ലെറ്റർ ഒന്ന് പൂജിക്കാനായി വന്നതാണ് എന്ന് ശാലിനി അറിയിച്ചു. അത് കേട്ടതോടെ വിഷ്ണു പറഞ്ഞു, ശരി, എന്നാ താൻ ഇവിടെ നിൽക്ക്, നമുക്ക് ഒന്നിച്ചു പോകാം. പിന്നെ അമ്മയും ശ്യാമയും കൂടെയുണ്ട്, അമ്മയ്ക്ക് ചില വഴിപാടുകളൊക്കെ ഉണ്ട്, അത് നടത്താനായി അമ്മ വന്നതാണ് എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ശാലിനി പറഞ്ഞു, എനിക്ക് വന്ന ആ കോൾ ലെറ്റർ അവിടെ വെച്ചിരിക്കുകയാണ്, അത് പൂജാരിയുടെ കയ്യിലെടുത്ത് കൊടുക്കണം വിഷ്ണുട്ടാ എന്ന് പറഞ്ഞതും വിഷ്ണു പറഞ്ഞു, അത് ഞാൻ ശരിയാക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ് വിഷ്ണു ശാലിനി അവിടെ നിർത്തി അവിടേക്ക് പോകുമ്പോൾ സത്യമ്മ കൃത്യമായി ആ ലെറ്റർ കാണാനിടയാകുന്നു. സത്യമ്മ അത് പൂജാരിയുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു. ഇത് ആരോ ഇവിടെ വെച്ചിരിക്കുന്നതാണ്, പൂജിക്കാനായി വെച്ചതാണ് പൂജാരി, ഇത് ആദ്യം പൂജിച്ചു കൊടുക്കൂ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും പൂജാരി പറഞ്ഞു, ഇവിടെ ഒരു കുട്ടി വന്നിരുന്നു, അവര് ഇവിടെ വെച്ചതാണ്, ഞാനതങ്ങ് വിട്ടുപോയി എന്ന് പറഞ്ഞതും സത്യമ്മ തന്നെ ആ ലെറ്റർ എടുത്ത് പൂജാരിയുടെ കയ്യിലേക്ക് കൊടുക്കുന്നു. ആ കാഴ്ച ശാലിനി കാണാനിടയെ. ഉടനെ വിഷ്ണു പറഞ്ഞു, കണ്ടോ, അമ്മ തന്നെ തനിക്ക് വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും തരുന്നുണ്ട്, താൻ ഒന്നും കൊണ്ടും പേടിക്കണ്ട, ഇന്നത്തെ ഈ ഇന്റർവ്യൂ താൻ പാസ്സാവുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ശാലിനിയെ ആശ്വസിപ്പിച്ച് വിഷ്ണു വേഗം സത്യാമ്മയുടെ അരികിലേക്ക് ചെല്ലുന്നു. സത്യാമ്മയും ശ്യാമയും അവിടെ പ്രാർത്ഥിച്ചതിന് ശേഷം വേഗം സത്യാമ്മ അവിടുന്ന് ആ പൂജാരി കൊണ്ടുവന്ന ആ ലെറ്റർ എടുത്ത് മാറ്റി വെക്കാൻ തുടങ്ങി. ഉടനെ തന്നെ പൂജാരി പറഞ്ഞു, ഇത് ഇവിടെ വന്ന ആ പെൺകുട്ടിയുടെ വന്ന് ആ കുട്ടിയെ കണ്ടില്ലല്ലോ എന്ന് ചോദിച്ചിട്ടും വിഷ്ണു പറഞ്ഞു, ഞാൻ കണ്ടിരുന്നു തിരുമേനി, ഞാൻ ഇത് ആ കുട്ടിക്ക് കൊടുത്തോളാം, എനിക്കറിയാവുന്ന കുട്ടിയാ എന്ന് പറഞ്ഞുകൊണ്ട് വിഷ്ണു വേഗം അത് വാങ്ങിക്കുന്നു. അത് വാങ്ങിച്ച് വിഷ്ണു അത് കൊടുക്കാനായി പോകുമ്പോഴേക്കും ശ്രീയമ്മ പറഞ്ഞു, വിഷ്ണു വേഗം കൊടുത്തിട്ട് വാ, എനിക്കൊരു വഴിപാടുണ്ട്, ഒരു ശയനപ്രദക്ഷിണമുണ്ട്, ശ്യാമയുടെ കുഞ്ഞിന് വേണ്ടി ഞാൻ നേർന്നതാണ് എന്ന് പറഞ്ഞ് സത്യമ്മ വേഗം ശയനപ്രദക്ഷിണം ചെയ്യാൻ ഒരുങ്ങി. ഉടനെ വിഷ്ണു ആ കോളർ കൊണ്ടുവന്ന് ശാലിനിയുടെ കയ്യിൽ ഏൽപ്പിച്ചു. അമ്മയുടെ എല്ലാ പ്രാർത്ഥനയും അനുഗ്രഹവും തനിക്കുണ്ടോ എന്ന് പറയുമ്പോൾ സത്യമ്മ അവിടെ ശയനപ്രദക്ഷിണം ചെയ്യുന്ന കാഴ്ച കണ്ടു. ഉടനെ തന്നെ വിഷ്ണു പറഞ്ഞു, എടോ, താൻ ഈ സമയത്ത് ചെന്ന് അമ്മയുടെ കാല് തൊട്ട് അനുഗ്രഹം വാങ്ങിച്ചു, അമ്മ അറിയാൻ പോകുന്നില്ല, തനിക്ക് അമ്മയുടെ പ്രാർത്ഥനയും അനുഗ്രഹവും ഉണ്ടാവുകയും ചെയ്യും എന്ന് പറഞ്ഞു വേഗം ചെല്ലാനായി പറഞ്ഞ് വിഷ്ണു ശാലിനിയെ പറഞ്ഞയച്ചു. അപ്പോഴേക്കും സത്യാമ്മ അങ്ങനെ അവിടെ ശയനപ്രദക്ഷിണം ചെയ്യുന്നത് കണ്ട് ശ്യാമ പിന്നാലെ പോകുമ്പോൾ ശാലിനിയും അരികിലേക്ക് ചെന്നു. സത്യാമ്മയുടെ അരികിലേക്ക് എത്തി ശാലിനി വേഗം ശ്യാമയോടൊപ്പം സത്യാമ്മയെ ആ ശയനപ്രദക്ഷിണം ചെയ്യുന്നതിൽ സഹായിച്ചു. ഉടനെ തന്നെ സത്യാമ്മ അങ്ങനെ ശയനപ്രദക്ഷിണം ചെയ്ത് പോകുന്ന സമയത്ത് വേഗം ശാലിനി സത്യാമ്മയുടെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങിച്ചു. ആ സമയത്ത് ശാലിനി തന്റെ കാലിൽ തൊട്ടതും സത്യാമ്മയ്ക്ക് ശാലിനിയുടെ ആ ഒരു സാന്നിധ്യം മനസ്സിലാക്കാൻ കഴിഞ്ഞു. വേഗം തന്നെ സംശയത്തോടെ സത്യാമ്മ ചാടി എഴുന്നേറ്റതും തന്റെ കാലിൽ തൊട്ടത് ആരാണെന്ന് നോക്കുമ്പോഴേക്കും അവിടെ ശ്യാമ ഇരിക്കുന്നത് കണ്ടു. ഉടനെ തന്നെ സത്യാമ്മ ശ്യാമയെ നോക്കിയതും ശ്യാമ ചോദിച്ചു, എന്താ സത്യാമ്മേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചതും സത്യഭാമ പറഞ്ഞു, ഇല്ല, ഒന്നുമില്ല, എഴുന്നേൽക്കാം എന്ന് പറഞ്ഞ് സത്യഭാമ ശ്യാമയുടെ സഹായത്തോടെ എഴുന്നേൽക്കുന്നു. ഉടനെ വിഷ്ണുവും അവിടേക്ക് എത്തുന്നു. അതിനുശേഷം വിഷ്ണു സത്യാമ്മയോട് പറഞ്ഞു, അമ്മേ, എനിക്ക് അത്യാവശ്യമായി ഹോട്ടൽ വരെ പോണം, ഞാൻ എന്തായാലും ശ്യാമയും അമ്മയും രോഹിത്തിനെ വിളിച്ച് വീട്ടിലേക്ക് പറഞ്ഞയക്കാം എന്ന് പറഞ്ഞു. അത് കേട്ടതും സത്യാമ്മ, എന്നാ ശരി, നിനക്ക് അത്യാവശ്യമായിട്ടുള്ള ജോലിയാണെങ്കിൽ പൊയ്ക്കോ വിഷ്ണു എന്ന് പറഞ്ഞ് സത്യാമ്മയും ശ്യാമയും ക്ഷേത്രത്തിൽ തന്നെ കഴിക്കുന്നു. ആ സമയത്ത് സത്യാമ്മ രോഹിത് വന്നെന്ന് അറിയാനായി ശ്യാമയുടെ കയ്യിൽ നിന്ന് മൊബൈൽ ഫോൺ വാങ്ങിച്ച് രോഹിത്തിനെ വിളിക്കുമ്പോഴേക്കും രോഹിത് അവരെ കൂട്ടിക്കൊണ്ടു പോകുവാനായി കൃത്യമായി ക്ഷേത്രത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. അങ്ങനെ സത്യാമ്മ ശ്യാമയോടൊപ്പം വേഗം കാറിൽ കയറി അവിടുന്ന് പുറപ്പെട്ടു. ഈ സമയത്ത് ശാലിനിയുമായിട്ട് വിഷ്ണു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായി പോകുന്ന സമയത്ത് ശാലിനിക്ക് പെട്ടെന്ന് ബോധക്ഷയം ഉണ്ടാവുന്നു. ഭക്ഷണം കഴിക്കാതിരുന്നതിന്റെ ക്ഷീണവും ഗർഭിണിയായതിന്റെ ആലസ്യവും ഒക്കെ ശാലിനിക്ക് അനുഭവപ്പെടുകയും ശാലിനി ആകെ തളർന്നിരിക്കുന്നത് കണ്ട് വിഷ്ണു ശാലിനിയോട് ചോദിച്ചു, അതെ, താൻ എന്താ ഭക്ഷണമൊന്നും കഴിക്കാതെ വന്നത്, എന്തിനു പോയാലും നന്നായി ഫുഡ് കഴിക്കണം, ഇല്ലെങ്കിൽ നമ്മൾ എക്സാം എഴുതാൻ പോവുകയാണെങ്കിൽ പോലും തളർന്നു പോയാൽ നമുക്ക് വേണ്ട രീതിയിൽ അതിൽ അറ്റൻഡ് ചെയ്യാൻ കഴിയില്ല, അതുകൊണ്ട് താൻ ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞ് ശാലിനി അവിടെ ഇരുത്തി വിഷ്ണു വേഗം വണ്ടി പാർക്ക് ചെയ്തിട്ട് അവിടെ അടുത്ത് കണ്ട ഒരു ഹോട്ടലിൽ നിന്ന് ശാലിനിക്ക് ഫുഡ് വാങ്ങിക്കാനായി പോകുന്നു. അങ്ങനെ ശാലിനിക്ക് ഫുഡുമായി തിരിച്ച് വിഷ്ണു വരുന്നതും കാത്ത് ശാലിനി ആ കാറിൽ തന്നെ ഇരുന്ന് പതുക്കെ മയങ്ങി. ഈ സമയത്ത് രോഹിത്തും ശ്യാമയും കൂടി തിരിച്ച് സത്യമ്മയും വീട്ടിലേക്ക് പോകുന്ന സമയത്താണ് വഴിയിൽ വെച്ച് പ്രീതിയെ കാണാനിടയായത്. കുഞ്ഞിനെ സ്കൂളിലാക്കിയതിനു ശേഷം തിരിച്ചു വരുന്ന പ്രീതി ഉടനെ തന്നെ ശാലിനിയുടെ കാര്യമൊന്നും അറിയാതെ ശ്യാമയും അമ്മയും കൂടി ക്ഷേത്രത്തിൽ പോയി വരുന്നത് കണ്ട് വിവരങ്ങളൊക്കെ അന്വേഷിച്ചു. എന്തായാലും വീട് വരെ വന്നിട്ട് പോകാനായി പറഞ്ഞ് വേഗം തന്നെ പ്രീതിയെ കാറിലേക്ക് കയറ്റി സത്യാമ്മ രോഹിത്തിന്റെയും ശ്യാമയുടെയും കൂടെ വീട്ടിലേക്ക് പോന്നു. ഈ സമയത്ത് വഴി സൈഡിൽ പാർക്ക് ചെയ്ത് കിടക്കുന്ന വിഷ്ണുവിന്റെ കാറ് കാണാനിടെ. ഉടനെ തന്നെ സത്യാമ്മ പറഞ്ഞു, ഇതാ വിഷ്ണുവിന്റെ വണ്ടിയല്ലേ എന്ന് ചോദിച്ച് വേഗം വണ്ടി നിർത്താൻ രോഹിത്തിനോട് അറിയിച്ചു. അപ്പോഴേക്കും വിഷ്ണു കയ്യിലൊരു പൊതിയുമായിട്ട് കാറിനരികിലേക്ക് വരുന്നത് കണ്ടു. ഇത് കണ്ടതോടെ
സത്യാമ്മയ്ക്ക് ആകെ സംശയമായി. ഉടനെ സത്യാമ്മ വേഗം വിഷ്ണു എന്ന് വിളിച്ചു. ആ വിളി കേട്ടതും വിഷ്ണു ഭയന്ന് പിന്തിരിഞ്ഞു നോക്കുമ്പോൾ സത്യാമ്മയും മറ്റെല്ലാവരെയും വിഷ്ണു കണ്ടു. എന്ത് ചെയ്യുന്നോർത്ത് ആകെ നിൽക്കുമ്പോഴേക്കും ശാലിനി കാറിലിരുന്ന് മയങ്ങുന്ന കാഴ്ചയും കണ്ടു. വിഷ്ണു ആകെ ഭയന്ന് വരച്ചങ്ങ് നിൽക്കുമ്പോൾ വേഗം തന്നെ സത്യാമ്മ അരികിലേക്ക് എത്തി ചോദിച്ചു, വിഷ്ണു, നീ ഇങ്ങ് ഹോട്ടലിലേക്ക് അത്യാവശ്യമായിട്ട് പോണെന്ന് പറഞ്ഞിട്ട് നീ എന്താ ഇവിടെ ചെയ്യുന്നത്? നീ എന്തിനാ ഇവിടെ നിൽക്കുന്നത് എന്ന് ചോദിച്ചു. എന്ത് പറയുന്നോർത്ത് ആകെ ആശ്ചര്യപ്പെട്ട് വിഷ്ണു അങ്ങനെ നിൽക്കുമ്പോഴേക്കും പ്രീതിക്ക് കാര്യം മനസ്സിലായി. പ്രീതി വേഗം കാറിനുള്ളിലേക്ക് നോക്കിയതും അതിൽ സൈഡ് സീറ്റിൽ മയങ്ങിക്കിടക്കുന്ന ശാലിനിയെ കണ്ടു. അത് കണ്ടതോടെ പ്രീതിയും രോഹിത്തും ഭയന്നു. എന്ത് ചെയ്യുന്നോർത്ത് ആകെ ടെൻഷൻ അടിച്ചേക്കുമ്പോൾ വിഷ്ണു ശാലിനി കാറിനുള്ളിലുണ്ടെന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണമെന്ന് പ്രീതിയെ കണ്ണുകൾ കൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കുന്നു. അത് കണ്ട ഉടനെ തന്നെ പ്രീതി പറഞ്ഞു, അയ്യോ അമ്മേ, ഏട്ടൻ ചിലപ്പോ വണ്ടിക്ക് എന്തെങ്കിലും കുഴപ്പം വന്നിട്ട് വിഷ്ണുവേട്ടൻ ഇവിടെ വണ്ടി പാർക്ക് ചെയ്തായിരിക്കും അല്ലെ വിഷ്ണുവേട്ടാ എന്ന് ചോദിച്ചതും വിഷ്ണു, അതേ അമ്മേ, വണ്ടി ഇടയ്ക്ക് എന്തോ മിസ്സിങ്, അതുകൊണ്ട് ഇപ്പൊ ഒരു മെക്കാനിക്ക് വരുമെന്ന് പറഞ്ഞു, അതിന് വെയിറ്റ് ചെയ്താണ് എന്നറിയിച്ചു. ഉടനെ ശരി ശരി ആയിക്കോട്ടെ, എന്നിട്ട് വേഗം പോയിട്ട് വീട്ടിലേക്ക് എത്തണമെന്ന് സത്യാമ്മ വിഷ്ണുവിനെ ഓർമ്മിപ്പിച്ചു. ഉടനെ തന്നെ എത്താം അമ്മയെന്ന് വിഷ്ണു പറയുമ്പോഴേക്കും സത്യാമ്മ പോകാൻ തുടങ്ങിയപ്പോൾ സത്യാമ്മയ്ക്ക് വീണ്ടും സംശയമായി. കയ്യിലിരിക്കുന്ന ആ കവർ കണ്ടതോടെ വേഗം വിഷ്ണുവിനോട് സത്യാമ്മ ചോദിച്ചു, അല്ല ഇതെന്താ വിഷ്ണു നിന്റെ കയ്യില്? ഉടനെ തന്നെ വിഷ്ണു പറഞ്ഞു, അത് പിന്നെ അമ്മേ, ഞാൻ വാങ്ങിച്ചത് എന്നൊക്കെ പറഞ്ഞ് വിഷ്ണു ഇങ്ങനെ തപ്പിത്തടയുന്ന കണ്ടോടെ വേഗം പ്രീതി അതിൽ കയറി ഇടപെട്ടു. അമ്മേ, അത് പിന്നെ വണ്ടി നന്നാക്കാനായിട്ട് ആള് വരുമ്പോൾ കുറെ സമയം ആവുമല്ലോ, ആ സമയത്ത് വിഷ്ണുവേട്ടന് വിശക്കില്ലേ, അപ്പൊ ഫുഡ് എന്തെങ്കിലും കഴിക്കണ്ടേ, അതിനായിരിക്കും വിഷ്ണുവേട്ടൻ വാങ്ങിച്ചോണ്ട് വന്ന് അല്ലെ വിഷ്ണുവേട്ടാ എന്ന് ചോദിച്ചിട്ടും വിഷ്ണു അതെ എന്ന് സമ്മതിച്ചു. ഉടനെ തന്നെ പ്രീതി പറഞ്ഞു, അമ്മേ, ഇനി ഇവിടെ ഇങ്ങനെ നിന്ന് സമയം കളയണ്ട, എനിക്ക് വീട്ടിൽ വന്ന് തിരിച്ചു പോകേണ്ടതാണ്. അർജുനേട്ടനോട് പോലും പറയാതെ വന്നതല്ലേ, അത് മാത്രമല്ല ഇനിയും വേറെ കാര്യങ്ങളുണ്ടല്ലോ, ശ്യാമയെ ഇങ്ങനെ വെറുതെ വണ്ടിയിൽ ഇരുത്തുന്നത് ശരിയല്ലല്ലോ അമ്മേ, നമുക്ക് വേഗം പോകാം എന്ന് പറഞ്ഞു. അത് കേട്ടതും സത്യാമ്മ പറഞ്ഞു, ഓ അത് ശരിയാ, എന്നാ ശരി വിഷ്ണു, വേഗം നീ വണ്ടി റെഡിയാക്കിയിട്ട് വീട്ടിലേക്ക് വന്നേക്കണം എന്ന് പറഞ്ഞു. ശരി അമ്മ എന്ന് പറഞ്ഞ് വിഷ്ണു സത്യാമ്മയെ പറഞ്ഞയച്ചു. അപ്പോഴേക്കും അവര് പോകുന്ന സമയത്ത് ശാലിനി ഉറക്കമുണർന്നു. ശാലിനി വേഗം എഴുന്നേറ്റ് നോക്കുമ്പോഴേക്കും വിഷ്ണുട്ട എന്ന് വിളിച്ച് പിന്തിരിഞ്ഞു നോക്കിയതും അവിടുന്ന് സത്യാമ്മയും പ്രീതിയും രോഹിത്തും പോകുന്ന കാഴ്ച കണ്ടു. അത് കണ്ടതോടെ ആകെ ടെൻഷനായി ശാലിനിക്ക്. അയ്യോ വിഷ്ണുട്ട, സത്യാമ്മ വന്നിരുന്നോ എന്ന് ചോദിച്ചിട്ടും വിഷ്ണു പറഞ്ഞു, പേടിക്കണ്ട, അമ്മ വന്നു, അത് ഞാനും പ്രീതിയും കൂടി മാനേജ് ചെയ്തു, ഇനി താൻ ടെൻഷൻ അടിക്കാതിരുന്ന് വേഗം ഈ ഫുഡ് കഴിക്കാൻ നോക്ക് എന്ന് പറഞ്ഞു. ശാലിനി ഫുഡ് കഴിക്കാതിരുന്നതിന്റെ വിഷമത്തെ വിഷ്ണു തന്നെ ശാലിനിക്ക് വായിൽ വെച്ച് കൊടുക്കുന്നു. അങ്ങനെ ശാലിനി ഫുഡ് കഴിച്ചതിന് ശേഷം വിഷ്ണു ശാലിനിയുമായി നേരെ ആ ഇന്റർവ്യൂ സ്ഥലത്തേക്ക് എത്തിച്ചേരുന്നു. ഇന്റർവ്യൂ സെന്ററിലേക്ക് വന്നതും അവിടെ മറ്റൊരാൾക്ക് ഈ IAS വേണ്ടി പ്രിപ്പയർ ചെയ്ത പലരെയും ഇന്റർവ്യൂ അവിടെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നു. ആ സമയത്ത് ശാലിനിയുമായി അവിടേക്ക് എത്തിയ വിഷ്ണു ശാലിനിയോട് പറഞ്ഞു, എടോ, താൻ ഇന്നത്തെ ഈ ഇന്റർവ്യൂവിൽ പാസ്സാകണം കേട്ടോ, ഇതേ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രതീക്ഷയും ആഗ്രഹവുമാണ്, പ്രാർത്ഥനയുമാണ് എന്ന് പറഞ്ഞതും വിഷ്ണുവിനോട് ശാലിനി ആശങ്കയോട് ചോദിച്ചു, വിഷ്ണുവേട്ടാ, ഞാൻ ഈ ചെയ്യുന്നത് ശരിയാണോ? സത്യാമ്മയ്ക്ക് ഞാൻ വാക്ക് കൊടുത്തതല്ലേ, അതുകൊണ്ട് എനിക്ക് ഇത് അറ്റൻഡ് ചെയ്യാൻ തോന്നുന്നില്ല വിഷ്ണുവേട്ടാ എന്ന് ശാലിനി വിഷമത്തോടെ വിഷ്ണുവിനോട് പറഞ്ഞു. ഇതെല്ലാം കേട്ടതും വിഷ്ണു പറഞ്ഞു, എടോ, തനിക്കറിയില്ലേ അമ്മയുടെ പിടിവാശിയെ കുറിച്ച്? അമ്മ ഇപ്പൊ ഇങ്ങനെ പിടിവാശി പിടിച്ചാലും പിന്നീട് താൻ കളക്ടറായി മാറിക്കഴിയുമ്പോഴേക്കും അമ്മയുടെ ഈ വാശിയൊക്കെ താനെ കെട്ടടങ്ങും. തന്റെ ഭാഗത്തുണ്ടായിരുന്ന ന്യായവും സത്യവും ഒക്കെ അമ്മ തിരിച്ചറിയും. പക്ഷെ അന്ന് താൻ ആഗ്രഹിച്ചാൽ പോലും, ഇനി ഒരു പക്ഷെ അമ്മ ആഗ്രഹിച്ചാൽ പോലും അന്ന് തനിക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ താൻ ഇപ്പോ അമ്മയ്ക്ക് കൊടുത്ത ആ വാക്കിനെ കുറിച്ചൊന്നും ആലോചിക്കേണ്ട. ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് താൻ ചിന്തിച്ചാൽ മാത്രം മതി. എത്രയും വേഗം തനിക്ക് ഇങ്ങനെ ഒരു നേട്ടം കൈവരിക്കാൻ പറ്റണം, അത് മാത്രം താൻ ആലോചിച്ചാൽ മതി. അമ്മയുടെയും അച്ഛന്റെയും എല്ലാവരുടെയും ആഗ്രഹമാണ് ഇത്. അതുപോലെ തന്നെ താൻ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തണം, ഈ ഒരു സ്ഥാനത്തേക്ക് എത്തണമെന്ന് ശാരദാമ്മയുടെ താൻ കുഞ്ഞുനാൾ മുതൽ താൻ വളർന്നു വരുന്ന ആ സമയങ്ങളിലെല്ലാം ശാരദാമ്മയുടെ മനസ്സിലുണ്ടായിരുന്ന ഏക പ്രതീക്ഷയും അതായിരുന്നു. നിങ്ങളുടെ കുടുംബത്തിന്റെ ഏറ്റവും വലിയ സ്വപ്നം അത് തന്റെ പ്രവൃത്തിയിലൂടെ, തന്റെ ഈ ഒരു നേട്ടത്തിലൂടെ കൈവരിക്കണം. അതുകൊണ്ട് അവരെ ആരെയും മറന്ന് താൻ മറ്റൊന്നും ചിന്തിക്കേണ്ട എന്ന് ശാലിനിയോട് വിഷ്ണു ഉപദേശിക്കുന്നു. വിഷ്ണുവിന്റെ വാക്കുകളെല്ലാം കേട്ട ശാലിനി ആകെ വിഷമത്തോടെ അങ്ങനെ നിൽക്കുമ്പോൾ അവസാനം വിഷ്ണു പറഞ്ഞു, ശരി, ഞാൻ പറയാനുള്ളതെല്ലാം പറഞ്ഞു, ഇനി തന്റെ ഇഷ്ടം, താൻ എന്ത് തീരുമാനമെടുക്കുന്നാലും തന്റെ ഒപ്പം ഞാനുണ്ടാകും എന്ന് വിഷ്ണു വിഷമത്തോടെ അറിയിച്ചു. അത് കേട്ടതും അവസാനം ശാലിനിയോട് ഒന്നും മറുപടി പറയാൻ നിൽക്കുന്ന ശാലിനിയെ നോക്കി വിഷ്ണു ചോദിച്ചു, എന്നാ ശരി, നമുക്ക് വീട്ടിലേക്ക് പോകാം എന്ന് വിഷ്ണു ചോദിച്ചതും ശാലിനി പറഞ്ഞു, ഇല്ല വിഷ്ണുവേട്ടാ, ഞാൻ ഈ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടേ വരൂ എന്ന് അറിയിച്ചു. അത് കേട്ടതോടെ വിഷ്ണുവിന് വലിയ സന്തോഷമാകുന്നു. വിഷ്ണു ശാലിനിയെ ചേർത്ത് പിടിച്ച് നെറ്റിയിൽ ഉമ്മ കൊടുത്ത് എല്ലാം ഭാവുകങ്ങളും നേർന്ന് ശാലിനിയെ പറഞ്ഞയക്കാൻ ഒരുങ്ങുമ്പോഴേക്കും വിഷ്ണു പറഞ്ഞു, അയ്യോ ഒരു മിനിറ്റ്, ഞാനൊരു സമ്മാനം തരാൻ മറന്നുപോയി. താൻ ഇന്ന് ഇന്റർവ്യൂവിൽ പങ്കെടുക്കുമ്പോ താൻ കൊണ്ടുപോകാനായി തനിക്ക് ഞാൻ വാങ്ങിവെച്ച ഒരു പെന്നുണ്ട് എന്റെ കയ്യിൽ, ദാ എന്ന് പറഞ്ഞ് ശാലിനിക്ക് ആ പേന വിഷ്ണു നൽകുന്നു. ശാലിനി അത് വാങ്ങിച്ച് വളരെ സന്തോഷത്തോടെ വിഷ്ണുവിന്റെ
വിജയാശംസകളെല്ലാം സ്വീകരിച്ച് ശാലിനി വിഷ്ണുവോട് യാത്ര പറഞ്ഞ് നേരെ ഹാളിലേക്ക് കയറാനൊരുങ്ങി. ഈ സമയത്ത് വിഷ്ണുവും ശാലിനിയോടൊപ്പം ആ സെന്ററിലേക്ക് എത്തി. അപ്പോഴേക്കും അവിടെ വന്ന ആളുകളെ കണ്ട് ആകെ ടെൻഷൻ അടിച്ചിരുന്ന ശാലിനിയെ വിഷ്ണു ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ധൈര്യപ്പെടുത്തുന്നു.